എവിടെ വീട്? തിരുവാതിര ജംഗ്ഷൻ. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? എന്റെ അറിവില്ല. നാട്ടിൽ ആർക്കെങ്കിലും പുള്ളിയുടെ ഭാഗ്യ വിദ്വേഷം എന്തെങ്കിലും ഉണ്ടോ? എന്റെ അറിവില്ല. പുള്ളി ഒരു ഓഡിറ്റോറിയം നടത്തുന്ന ആളാണ്. മകൻ 8 വർഷം മുമ്പ് കാറിൽ മരിച്ചിരിക്കുന്നതായിട്ട് കണ്ടിരുന്നു. അതേപ്പറ്റി പുള്ളി CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി പോയി. അപ്പം CBI അന്വേഷണം അനുവദിച്ചു. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. വേണമെങ്കിൽ രണ്ടും കൂടെ ലിങ്ക് ചെയ്യാം. വേണമെങ്കിൽ അത് ആ ഒരു നിഗമനത്തിലേക്ക് നാട്ടുകാർ എത്തിച്ചേർന്നിരുന്നു അല്ലേ? അങ്ങനെയാണ് സാധ്യത. കാര്യം ഒരു ജോലിക്കാരനെ പിരിച്ചുവിട്ടെന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതായത് ഈ മകന്റെ മരണവും പിതാവിന്റെയും മാതാവിന്റെയും മരണവുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടല്ലേ ഏട്ടാ? ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് കാണുന്നത് ഈ മകന്റെ ഘാതകർ തന്നെയാണ് ഈ മാതാവിന്റെയും പിതാവിന്റെയും, അതായത് വിജയകുമാറിന്റെയും മീരയുടെയും ഘാതകർ എന്ന് പറയാൻ മേലെ? തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അവരെ എന്താണേലും അതുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. ഒരു സർവനെ പിരിച്ചുവിട്ടെന്നും പറഞ്ഞ് അവൻ ഇത്രയും ദാരുണമായ ഒരു കുറ്റം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മകന്റെ ഘാതകർ 8 വർഷം മുമ്പ് ഈ പോലീസ് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരികയില്ലെന്ന് പറയാലേട്ടാ. പക്ഷേ ഇതൊരു വായന എന്നൊരു നിഗമനമാണ് എന്നാണ് നമുക്ക് ഊഹിക്കേണ്ടത്. ആണെങ്കിലും വളരെയധികം വിഷമങ്ങളിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്നത്. ഇന്നലെയും കോടതിയത് ഒരു 40 വയസ്സുള്ള ഒരാളുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ് ഫാം ചാനൽ നമ്മൾ മാത്രം ഇട്ടോളെന്ന് എനിക്ക് തോന്നുന്നല്ലേ CA? നമ്മൾ ആരും റിപ്പോർട്ട് ചെയ്തില്ല. കാരണം സമയം കിട്ടിയില്ല. കാരണം വൈകിട്ട് 6 മണിക്കായിരുന്നു മരണം റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങൾ അപ്പം തന്നെ വന്നു, നമ്മൾ എടുത്തു. അതിനുശേഷം അവരെ മോർച്ചറിയിലേക്ക് മാറ്റി. പിന്നെ ചാനലുകാർക്ക് വന്നു കഴിഞ്ഞാൽ കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇന്ന് രാവിലെ പരത്തി നോക്കിയിരുന്നു. സുരക്ഷിതത്വമില്ല. മര്യാദയ്ക്ക് അപ്പം മതിലും ഇല്ലാത്ത വീടുകൾ, മതിലും ഗേറ്റും ഇല്ലാത്ത വീട്ടില് എന്തായിരിക്കും ഏട്ടാ അവസ്ഥ? സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഇതെവിടെ ഇവിടെ ക്യാമറയുണ്ട്. ഈ കാണുന്ന ക്യാമറയാണ്. അതുപോലെ തന്നെ ഇവിടെ ബെല്ലുണ്ട്. അതുപോലെ ഇവിടെ സെൻസർ ഉണ്ട്. ഈ വീടിന്റെ മതിലെ തൊട്ട് കഴിഞ്ഞാൽ 5 കിലോ വെയിറ്റിന് മുകളില് ഇവിടെ ഇടി ഉണ്ടായി കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് തന്നെ ഉള്ളിൽ അറിയാൻ പറ്റും. സെൻസറുള്ള വീടാണിത്. ഈ വീടിന്റെ ചുറ്റുവട്ടം മൊത്തം സെൻസർ പിടിപ്പിച്ചാക്കുവാണ്. ഈ വീട്ടിലാണ് ഇങ്ങനെ ഒരു അതിദാരുണമായിട്ടുള്ള മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഹാർഡ് ഫാർമ ചാനൽ പറയും. എന്താണ് ഈ നാടിന്റെ അവസ്ഥ? ഈ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും ഈ കേരളത്തിലെ മനുഷ്യർ എങ്ങനെ സ്വസ്ഥ സമാധാനമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമെന്നാണ് എന്താണെങ്കിലും അറിയേണ്ടതായിട്ടിരിക്കുന്നു. സമാധാനം അവിടെ നശിച്ചിരിക്കുകയാണ്. Thank you.